ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഞാൻ നസിയ നവാസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ 65ൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബോണോട് കൂടിയ പീസും എടുക്കാം. ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ചതച്ച് ചേർക്കരുത്, പേസ്റ്റാക്കി തന്നെ ചേർക്കണം. രണ്ടും വേറെ വേറെയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. വേണമെങ്കിൽ സാദാ മുളക് പൊടി ചേർക്കാം, ഇത്രയും കളർ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ചിലരിതിലേക്ക് അരിപ്പൊടി ചേർക്കാറുണ്ട്, ഞാനത് ചേർക്കാറില്ല, അല്ലെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, പറയാൻ വിട്ടുപോയി. ഇനി ഒരു മുട്ട നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലാണ് ഇതിലേക്ക് നാരങ്ങാനീരെല്ലാം നന്നായിട്ടങ്ങ് പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചിക്കൻ എണ്ണയിലേക്ക് ഇടാം. എണ്ണ നന്നായിട്ടങ്ങ് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം, എന്നാലാണ് ചിക്കൻ നന്നായിട്ടങ്ങ് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചിക്കൻ 65 ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് എണ്ണ തിളയ്ക്കുമ്പോഴാണ് ചിക്കൻ ഇതിൽ നിന്ന് എടുക്കുന്നത്. ഇത് ഞാൻ ഇതിന് മുന്നേ പരിപ്പോടെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം, എന്നാലാണ് എണ്ണ കുടിക്കാതിരിക്കുകയുള്ളൂ. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ബാക്കിയുള്ളത് കൂടെ പൊരിച്ചെടുക്കാം. ഇനി ഗാർണിഷിങ്ങിനായിട്ട് ഒരു പാനിൽ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.